ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ എന്താണ് ഇസ്ത്രി ബക്കറ്റ് എന്ന് കണ്ടു, എന്തിനാണ് ഇസ്ത്രി ബക്കറ്റ് യൂസ് ചെയ്യുന്നതെന്ന് കണ്ടു, എങ്ങനെയാണ് ഒരു ബക്കറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, ബക്കറ്റിൻ്റെ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കണ്ടു. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്ത് നിന്ന് നമുക്ക് ഇസ്ത്രി ബക്കറ്റിൻ്റെ അകത്തോട്ട് മീഡിയ അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഇമേജസും വീഡിയോസുമാണ് നമ്മൾ ഈ എക്സാമ്പിൾ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനൊരു മെയിൻ സ്റ്റാക്ക് ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. മെയിൻ സ്റ്റാക്ക് എന്ന് പറയാൻ പറ്റത്തില്ല, റിയാക്ട് നോഡ് ജേസ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ബേസിക്കലി എന്താണ് ആപ്ലിക്കേഷൻ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് എനിക്കൊരു ഇമേജ് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഇമേജോ വീഡിയോയോ ഇത് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും ഡയറക്റ്റ് നമ്മുടെ AWSലെ S3 ബക്കറ്റിൻ്റെ അകത്തോട്ട് വീഡിയോ അപ്ലോഡ് ആവും. ഓക്കെ, ഇപ്പം ഞാൻ അതിൻ്റെ കോഡ് കാണിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇപ്പം നമുക്ക് ഒരു സെർവറും ഉണ്ട്, ക്ലയൻറ്റും ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് രണ്ട് രീതിയിൽ S3 ബക്കറ്റിൻ്റെ അകത്തോട്ട് ഇമേജിനെ അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഒന്ന്, നമുക്ക് നമ്മളുടെ ഇപ്പം ഒരു ഫുൾ സ്റ്റാക്ക് ആപ്ലിക്കേഷനാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സൈൻഡ് URL AWSന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് ഡയറക്റ്റ് ഫ്രണ്ട് എൻഡിൽ നിന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അല്ലെന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ഫ്രണ്ട് എൻഡിൽ നിന്ന് വരുന്ന ഈ ഫയൽസിനെ എടുത്തിട്ട് ബാക്ക് എൻഡിൽ നിന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ ചെയ്തേക്കുന്നത് ഡയറക്റ്റ് ഫ്രണ്ട് എൻഡിൽ നിന്ന് ഒരു സൈൻഡ് URL വെച്ചിട്ട് അപ്ലോഡ് ചെയ്യുന്ന രീതിയാണ്. ഓക്കെ, പിന്നെ ഞാൻ അല്ലാതെ ബാക്ക് എൻഡിൽ നിന്ന് ഡയറക്റ്റ് അപ്ലോഡ് ചെയ്യുന്ന രീതിയും ഒരു എക്സാമ്പിൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാവുന്നതാണ്. പിന്നെ ഞാൻ ഈ കോഡ് ഗിറ്റ്ഹബിലോട്ട് ആഡ് ചെയ്തിട്ട് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് കോഡ് ചെക്ക് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കോഡും ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം സെർവറിനെ ഒന്ന് നോക്കാം. ഇവിടെ ഒരു സെർവർ ഞാൻ നോഡ്.js-ൻ്റെ ഒരു സെർവർ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ എന്താ പറയുക, എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. ഒരു മിനിറ്റ്, ഞാനിതൊന്ന് കളഞ്ഞിട്ട്. ഓക്കെ ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് ഞാൻ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. എക്സ്പ്രസ് നോഡ്.js-ൻ്റെ ഒരു ഫ്രെയിം വർക്കാണ്. പിന്നെ കോഴ്സ് ചെയ്തിട്ടുണ്ട്. ക്രോസ് ഒറിജിൻ റിസോഴ്സ് ഷെയറിംഗ് ആണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് എൻഡിൽ നിന്ന് നമ്മൾ വേറൊരു ഒറിജിനിലോട്ടൊരു റിക്വസ്റ്റ് വിടുന്ന സമയത്ത് നമ്മുടെ ബ്രൗസർ അത് ബ്ലോക്ക് ചെയ്യും. ഓക്കെ, അപ്പം അതിനെ ബൈപ്പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കോഴ്സ്. അപ്പോൾ നമുക്ക് അലൗഡ് ആയിട്ടുള്ള ഒറിജിൻസ് ഒക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മൾ .env യൂസ് ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് ക്രെഡൻഷ്യൽസ് ഒക്കെ ഉണ്ട് AWSൻ്റെ ക്രെഡൻഷ്യൽസ് എന്ന് പറയുമ്പോൾ ഞാനിവിടെ ഒരു env എക്സാമ്പിൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് എനിക്ക് വേണ്ടത് AWS ആക്സസ് കീ ID വേണം, AWS സീക്രട്ട് ആക്സസ് കീ വേണം, AWSൻ്റെ റീജിയൻ പറഞ്ഞു കൊടുക്കണം, S3 ബക്കറ്റിൻ്റെ പേര് പറഞ്ഞു കൊടുക്കണം, അലൗഡ് ഒറിജിൻ പറഞ്ഞു കൊടുക്കണം. ഓക്കെ, അപ്പം ഈ അലൗഡ് ഒറിജിനും നമ്മുടെ കോഴ്സുമായിട്ട് ബന്ധമില്ല. ആ, ഈ അലൗഡ് ഒറിജിന് നമ്മൾ S3 ബക്കറ്റിൻ്റെ അകത്ത് കോഴ്സിൻ്റെ പോളിസി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ പറയുവാണ് എൻ്റെ ഒരു സൈറ്റ്, ഇപ്പം നിങ്ങളുടെ സൈറ്റ് ഉണ്ട്, ഇപ്പം mallumonk.com എന്ന് പറയുന്ന സൈറ്റിൻ്റെ അകത്തുനിന്ന് ഒരു പുട്ട് റിക്വസ്റ്റ് ആണ് നമ്മൾ ഈ S3 ബക്കറ്റിൻ്റെ അകത്തോട്ട് ഇമേജിനെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി അയക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ പുട്ട് റിക്വസ്റ്റ് വരുന്ന സമയത്ത് ഈ ഒറിജിനിൽ നിന്നാണ് വരുന്നതെങ്കിൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ അലൗഡ് ഒറിജിൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കോഡ് കണ്ടു കഴിയുമ്പോഴത്തേക്ക് അത് മനസ്സിലാവും. അപ്പം നമ്മുടെ സെർവറിൻ്റെ അകത്ത് ഞാൻ ജനറേറ്റ് അപ്ലോഡ് URL, ഇനീഷ്യലൈസ് S3, അപ്ലോഡ് ഫയൽ ടു S3 എന്ന് പറയുന്ന 3 ഫങ്ഷൻസ് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളതെല്ലാം ബേസിക് ഒരു Node.js സെർവറാണ്. ഓക്കെ, ഈ മൾട്ടർ യൂസ് ചെയ്യുന്നത് നമ്മൾ ഈ മൾട്ടർ ഇപ്പം നമ്മൾ ആവശ്യമില്ല. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഫയലിനെ ബാക്ക് എൻഡിലോട്ട് എടുത്തിട്ട് എന്തെങ്കിലും പ്രോസസ്സ് ചെയ്തിട്ട് സെർവറിലോട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ മൾട്ടറിൻ്റെ ആവശ്യം. അല്ലാതെ ഡയറക്റ്റ് ഫ്രണ്ട് എൻഡിൽ നിന്ന് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മൾട്ടറിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ API അപ്ലോഡ് URL എന്ന് പറയുന്നൊരു API എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ജസ്റ്റ് കോൺസ്റ്റ് ഫയൽ നെയിമും ഫയൽ ടൈപ്പും നോക്കുന്നുണ്ട്. അത് നമുക്ക് ഫ്രണ്ട് എൻഡിൽ നിന്ന് അയച്ചു തരുന്നതാണ്. അതിനെ ഇവിടെ എടുക്കുന്നുണ്ട്. ഓക്കെ, അതില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു എറർ തിരിച്ചയക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഉണ്ടെങ്കിൽ നമ്മളൊരു ജനറേറ്റ് അപ്ലോഡ് URL ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മളിവിടെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ അപ്ലോഡ് URL, ഇനിഷ്യലൈസ് S3, അപ്ലോഡ് ഫയൽ ടു S3 എന്ന് പറയുന്ന 3 ഫംഗ്ഷൻസിനെ നമ്മൾ കോപ്പി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇമ്പോർട്ട് ചെയ്തെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഫംഗ്ഷൻസിലോട്ടൊന്ന് പോകാം. ആദ്യം ഇനീഷ്യലൈസ് S3 എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. ഓക്കെ, അപ്പം ഈ S3.js എന്ന് പറയുന്ന ഒരു പേജ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പേജിൻ്റെ അകത്ത് S3 ക്ലയൻറ്റ്, പുട്ട് ഒബ്ജക്റ്റ് കമാൻഡ്, ക്രിയേറ്റ് ബക്കറ്റ് കമാൻഡ്, ഹെഡ് ബക്കറ്റ് കമാൻഡ്, ബക്കറ്റ് കോഴ്സ് കമാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് കമാൻഡ് ഞാൻ AWS SDK-ക്കകത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം AWS SDK-യുടെ പാക്കേജ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. നമുക്കിപ്പം package.js നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഞാൻ 2 പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. AWS SDK ക്ലയൻറ്റ് S3 ചെയ്തിട്ടുണ്ട്. AWS SDK S3 റിക്വസ്റ്റ് പ്രീസൈനർ എന്ന് പറയുന്ന 2 പാക്കേജസ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഗിറ്റപ്പ് റെപ്പോ എടുത്ത് നോക്കിയിട്ട് ഇതിൻ്റെ അകത്ത് പാക്കേജ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ ഡിപ്പെൻഡൻസീസ് ആണ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നതെന്ന്. ഓക്കെ, അപ്പോൾ കോഴ്സ് ഉണ്ട്, .env ഉണ്ട്, എക്സ്പ്രസ് ഉണ്ട്, മൾട്ടർ ഉണ്ട്, AWS S3 ക്ലയൻറ്റ് S3 ഉണ്ട്, പിന്നെ ഈ ലൈബ്രറി ഉണ്ട്. ഓക്കെ,
അപ്പോൾ നമുക്ക് S3 തന്നെ തിരിച്ചു പോകാം. എന്നിട്ട് നമ്മൾ അത്രയും പാക്കേജസ് അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫങ്ഷണാലിറ്റീസ് ഇമ്പോർട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഗെറ്റ് സൈൻഡ് URL എന്ന് പറയുന്ന ഒരു ഫങ്ഷണാലിറ്റിയും കൂടെ ഈ പ്രീ സൈനറിൻ്റെ അകത്തുനിന്ന് നമ്മൾ ഇമ്പോർട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ .env കോൺഫിഗർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്തേക്കുന്നത് കോൺസ്റ്റ് S3 ക്ലയൻറ്റ്, ഒരു S3 ക്ലയൻറ്റിൻ്റെ ഒരു ഇൻസ്റ്റൻസ് ആണ് നമ്മൾ ബിൽഡ് ചെയ്തേക്കുന്നത്. ബേസിക്കലി അതിൻ്റെ അകത്ത് നമ്മൾ റീജിയൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ക്രെഡൻഷ്യൽസും കാര്യങ്ങളെല്ലാം പറഞ്ഞ് പാസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ S3 ക്ലയൻറ്റിനെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ AWSൻ്റെ സെർവറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇപ്പോൾ ഒരു ഇമേജ് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ S3 ക്ലയൻറ്റ് വഴിയാണ് നമ്മുടെ ഇമേജിൻ്റെ കാര്യങ്ങളും കമ്മ്യൂണിക്കേഷനും എല്ലാം നടക്കുന്നത്. ഓക്കെ, അപ്പം അടുത്ത ഇനീഷ്യലൈസ് S3 എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഞാൻ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ സെർവറിൻ്റെ അകത്ത് ഇവിടെ ഞാൻ സെർവറിനെ കോൾ ചെയ്യുന്ന സമയത്ത് ഇത് വേണ്ട അപ്ലോഡ്, ഇത് ഡയറക്റ്റ് അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ കോഡാണ്, അത് നിങ്ങൾക്ക് പിന്നെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പം ഇവിടെ ഞാൻ കോൺസ്റ്റ് സ്റ്റാർട്ട് സെർവർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഫംഗ്ഷനെ വിളിക്കുന്ന സമയത്ത് ബേസിക്കലി ഇനീഷ്യലൈസ് S3 വിളിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പോർട്ട് 3000 കൊടുത്തേക്കുന്നത്. ഓക്കെ, 3000 പോർട്ട് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇനീഷ്യലൈസ് S3 എന്ന് പറയുന്ന സാധനം വിളിക്കും. ഈ ഇനീഷ്യലൈസ് S3 വിളിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ സെർവറിനെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇനീഷ്യലൈസ് S3 നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു ബക്കറ്റ് നെയിം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമ്മൾ example.env കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ ഒരു ബക്കറ്റ് നെയിം പറഞ്ഞു. ഓക്കെ, നമ്മളുടെ ബക്കറ്റിൻ്റെ ഏത് നെയിമാണ് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബക്കറ്റ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബക്കറ്റിൻ്റെ നെയിം കൊടുക്കും. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ എങ്ങനെ ബക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് വേണ്ട ബക്കറ്റിൻ്റെ നെയിം കൊടുക്കും. ഇവിടെ ഞാൻ ആ ലോജിക്ക് രണ്ടും മാനേജ് ചെയ്തിട്ടുണ്ട്. ബക്കറ്റ് ഇല്ലെങ്കിൽ ബക്കറ്റ് ക്രിയേറ്റ് ചെയ്യാനും, ബക്കറ്റ് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ബക്കറ്റിലോട്ട് ഇമേജ് ആഡ് ചെയ്യാനുള്ള ലോജിക്കാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഇനീഷ്യലൈസ് S3 എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ അകത്ത് നമ്മൾ ബക്കറ്റ് നെയിം ഇല്ലെന്നുണ്ടെങ്കിൽ, ബക്കറ്റ് നെയിം നമ്മൾ env മെൻഷൻ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ എറർ അടിക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ട്രൈ ബ്ലോക്കിൻ്റെ അകത്ത് await S3 client dot send new head bucket കമാൻഡ്. ഈ ഹെഡ് ബക്കറ്റ് കമാൻഡ് എന്ന് പറയുന്നത് നമ്മൾ ബക്കറ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ലൈറ്റ് വെയിറ്റ് കമാൻഡാണ്. ഓക്കെ, അപ്പം ഈ ബക്കറ്റ് അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മൾ ചെക്ക് ചെയ്യും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ, ബക്കറ്റ് അവിടെ ഇല്ലെങ്കിൽ നമ്മൾ ഈ എററിനെ ക്യാച്ച് ചെയ്യാൻ 404 ആണ്, നോട്ട് ഫൗണ്ട് എറർ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ബക്കറ്റ് അവിടെ ഇല്ലെങ്കിൽ നമ്മൾ അടുത്തൊരു ട്രൈ ബ്ലോക്ക് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അകത്ത് S3 client dot send new create bucket കമാൻഡ്. ബക്കറ്റിൻ്റെ നെയിം നമ്മൾ ഓൾറെഡി env പറഞ്ഞിട്ടുണ്ട്. ബക്കറ്റ് ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ AWS റീജിയൻ്റെ അകത്ത് ബക്കറ്റ് പിന്നെ ബക്കറ്റിൻ്റെ കോൺഫിഗറേഷൻ പറഞ്ഞു കൊടുക്കും. US ഈസ്റ്റ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ബക്കറ്റിൻ്റെ ലൊക്കേഷൻ കൺസ്ട്രെയിൻറ്റ് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം US ഈസ്റ്റ് അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ലൊക്കേഷൻ കൺസ്ട്രെയിൻറ്റ് പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ എല്ലാം ഇത് ഓൾറെഡി ഡിഫൈൻഡ് ആയിട്ടുള്ള ഫംഗ്ഷനാണ്, AWSൻ്റെ ഫംഗ്ഷനാണ്. അവർ ഇങ്ങനെ യൂസ് ചെയ്താലാണ് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് അപ്ലോഡ് ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഡോക്യുമെൻറ്റേഷൻ്റെ അകത്ത് എഴുതിയിട്ടുള്ള ഫംഗ്ഷൻസ് ആണ്. ഓക്കെ, അപ്പം ഈ ഫംഗ്ഷൻസ് ഇങ്ങനെ തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഇതുപോലെ തന്നെ വേണം നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ ചെക്ക് ചെയ്തു. ബക്കറ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തു. ബക്കറ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് ബക്കറ്റ് കമാൻഡ് വെച്ചിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ പുട്ട് ഒബ്ജക്റ്റ് കമാൻഡ് നമ്മളിവിടെ കണ്ടല്ലോ. ഈ പുട്ട് ഒബ്ജക്റ്റ് കമാൻഡ് എന്ന് പറയുന്നത് നമ്മൾ S3 ഒരു ഒബ്ജക്റ്റിനെ പുട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡാണ്. ഓക്കെ, പിന്നെ ഹെഡ് ബക്കറ്റ് കമാൻഡ് നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു, ബക്കറ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു ലൈറ്റ് വെയിറ്റ് കമാൻഡാണ്. ക്രിയേറ്റ് ബക്കറ്റ് കമാൻഡ് നമുക്ക് ബക്കറ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡാണ്. പിന്നെ പുട്ട് ബക്കറ്റ് കോഴ്സ് കമാൻഡ് നമ്മൾ ഓൾറെഡി മുമ്പ് env കാണിച്ചപ്പോൾ പറഞ്ഞു നമ്മൾ ഇവിടെ കുറച്ച് അലൗഡ് ഒറിജിൻസ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ കോഴ്സ് കമാൻഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മളുടെ വെബ്സൈറ്റിൻ്റെ അകത്ത് നിന്ന് S3 ബക്കറ്റിൻ്റെ അകത്തോട്ടൊരു ഒരാൾ ഒരു ഇമേജോ അല്ലെന്നുണ്ടെങ്കിൽ വീഡിയോ ആഡ് ചെയ്യാൻ നോക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അലൗ ചെയ്തോളാൻ പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇനീഷ്യലൈസ് എന്ന് പറയുന്ന ഫംഗ്ഷനെ നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഓക്കെ, ഇത് അലോഡ് ഒറിജിൻസിനെ നമ്മൾ ഇതുപോലെ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ S3 ക്ലയൻറ്റ് പുട്ട് ബക്കറ്റ് കോഴ്സ് കമാൻഡ് ബക്കറ്റ് നെയിമും കോഴ്സ് കോൺഫിഗറേഷനും എല്ലാം പറഞ്ഞിട്ട് പുട്ട് പോസ്റ്റ് ഡിലീറ്റ് ഗെറ്റ് ഹെഡ് എന്ന് പറയുന്ന ഫംഗ്ഷനാലിറ്റി എല്ലാം അലോ ചെയ്തോളാൻ പറഞ്ഞിട്ട് നമ്മൾ ഈ അലോഡ് ഒറിജിൻസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം അത് കൊടുക്കുന്നുണ്ട്. കോൺഫിഗർ കോഴ്സ് നമ്മളിപ്പം ബ്രൗസറിൽ നിന്ന് അപ്ലോഡ് ചെയ്യാൻ നോക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ കോഴ്സ് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം വരുന്നത്. അല്ലാതെ നമ്മൾ ബാക്കെൻഡിൽ നിന്ന് ഡയറക്റ്റ് AWS SDK യൂസ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് ഈ കോഴ്സ് കോൺഫിഗർ ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പം നമ്മളിവിടെ വേറൊരു ജനറേറ്റ് അപ്ലോഡ് URL നമ്മൾ ഓൾറെഡി സെർവറിനകത്ത് കണ്ട് നമ്മൾ ജനറേറ്റ് അപ്ലോഡ് URL എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഇമ്പോർട്ട് ചെയ്തെടുത്തേക്കുന്നു. ഓക്കെ, ആ ജനറേറ്റ് അപ്ലോഡ് URL എന്ന് പറയുന്ന ഫംഗ്ഷനാണ് ഇത്. ഇതിൻ്റെ അകത്ത് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഫയൽ നെയിം പറഞ്ഞു കൊടുക്കും, ഫയൽ ടൈപ്പ് പറഞ്ഞു കൊടുക്കും, പിന്നെ പുട്ട് ഒബ്ജക്റ്റ് കമാൻഡിൻ്റെ അകത്ത് ബക്കറ്റിൻ്റെ പേര്, എന്നിട്ട് നമ്മൾ ഈ ഒരു
സൈൻഡ് യു ആർ എൽ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അപ്പം ഈ സൈൻഡ് യു ആർ എൽ വെച്ചിട്ടാണ് നമ്മൾ ഫ്രണ്ട് എൻഡിൽ നിന്ന് നമ്മളുടെ S3 ബക്കറ്റിൻ്റെ അകത്തോട്ട് ഇമേജിനെ അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോനെ അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ സൈൻഡ് യു ആർ എൽ ഒരു 60 സെക്കൻഡാണ് അതിന് ലൈഫ് ഉള്ളൂ. 60 സെക്കൻഡിനുള്ളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യണം. അപ്പം നമ്മൾ എപ്പം ഫ്രണ്ട് എൻഡിൽ നിന്ന് ഒരു ഇമേജ് അപ്ലോഡ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാലും നമ്മൾ ബാക്ക് എൻഡിലോട്ട് ഒരു റിക്വസ്റ്റ് വരും. ആ ഫയലിൻ്റെ നെയിമും ടൈപ്പും ഒക്കെ വെച്ചിട്ട് ബാക്ക് എൻഡിലോട്ട് ഒരു റിക്വസ്റ്റ് വന്നിട്ട് ആ റിക്വസ്റ്റിനെ വെച്ചിട്ട് നമ്മൾ AWSൻ്റെ SDK യൂസ് ചെയ്തിട്ട് ഈ ഗെറ്റ് സൈൻഡ് യു ആർ എൽ എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമ്മളൊരു സൈൻഡ് യു ആർ എൽ ഉണ്ടാക്കിയിട്ട് ഫ്രണ്ട് എൻഡിന് തിരിച്ചു കൊടുക്കും. ഫ്രണ്ട് എൻഡ് ആ യു ആർ എൽ വെച്ചിട്ട് ഫ്രണ്ട് എൻഡിൽ നിന്ന് തന്നെ ഇമേജിനെ അപ്ലോഡ് ചെയ്യും. അങ്ങനെയാണ് പരിപാടി നടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ബാക്കിൻ്റെ അകത്ത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു, ഇത്രയും ഫംഗ്ഷനാലിറ്റീസ് ആണ് ഉള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ കോഡ് ഇട്ടേക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് എൻഡിൻ്റെ കേസിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ വിളിക്കാൻ പോകുന്ന API ഇതായിരിക്കും. ഓക്കെ, അപ്പം ഈ API കോൾ ചെയ്യുന്ന സമയത്ത് ജനറേറ്റ് അപ്ലോഡ് യു ആർ എൽ നമ്മളിപ്പോൾ പറഞ്ഞ ഫംഗ്ഷൻ വിളിച്ചിട്ട് ഈ ജനറേറ്റ് അപ്ലോഡ് യു ആർ എൽ എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ വിളിച്ചിട്ട് ഗെറ്റ് സൈൻഡ് യു ആർ എൽ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഗെറ്റ് സൈൻഡ് യു ആർ എൽ നമ്മളുടെ AWS SDK നമ്മൾ ഡിഫൈൻ ചെയ്തേക്കുന്ന ഫംഗ്ഷനാലിറ്റി ആണ് ഇൻ ദി സെർവറിലെ S3. ഇത് നമ്മൾ ഇമ്പോർട്ട് ചെയ്തെടുത്തേക്കുന്നത് AWS SDK നിന്ന് തന്നെയാണ്. ഓക്കെ, അപ്പം ആ സൈൻഡ് യു ആർ എൽ വെച്ചിട്ട് നമുക്ക് ഒരു സൈൻഡ് യു ആർ എൽ തിരിച്ചു കിട്ടും. അതിനെ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഫ്രണ്ട് എൻഡിൽ നിന്ന് ഇമേജിനെ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഫയൽസിനെ അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മളെ സെർവറിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി ക്ലയൻറ്റിൽ പോയി നോക്കിയിട്ട് ഇതിപ്പം ഞാൻ ബേസിക്കലി ഒരു റിയാക്ട് ആപ്ലിക്കേഷൻ ഫ്രണ്ട് എൻഡ് ബിൽഡ് ചെയ്തെടുത്തേക്കുന്നതാണ്. ഓക്കെ, ഇപ്പം app.jsxൻ്റെ main.jsxൻ്റെ അകത്ത് പോയിട്ട് ആപ്പിൻ്റെ അകത്ത് പോവുക. app.jsxൻ്റെ അകത്ത് ഈ app.jsx ആണ് നിങ്ങൾ ഈ കാണുന്ന സെക്ഷൻ കേട്ടോ. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഒരു ഈ രണ്ട് സെക്ഷൻ ഉണ്ട്. ഇമേജ് അപ്ലോഡും വീഡിയോ അപ്ലോഡും എന്ന് പറയുന്ന രണ്ട് സെക്ഷൻസ് ഉണ്ട്. ഈ രണ്ട് സെക്ഷൻസും ആണ് ഇത് അപ്ലോഡ് സെക്ഷൻ. അപ്പോൾ ഈ അപ്ലോഡ് സെക്ഷൻ്റെ അകത്ത് നമുക്ക് ഒന്ന് കയറി നോക്കാം. അപ്പം നിങ്ങൾ ഈ കോഡിനെ കുറിച്ചൊന്നും പറയേണ്ടത് റിയാക്റ്റിൻ്റെ കോഡാണ്. അപ്പം നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പോൾ റിയാക്ട് അറിയാവുന്നതാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. ഇതിൻ്റെ അകത്ത് ഞാൻ കുറച്ച് സ്റ്റേറ്റ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഒരു 2, 3, 5 സ്റ്റേറ്റ് ഉണ്ട്. പ്രിവ്യൂ, അപ്ലോഡിങ്, പ്രോഗ്രസ്, മെസ്സേജ്. ഇതെല്ലാം ഇതിൻ്റെ അകത്ത് ഫയൽ മാത്രമേ നമുക്ക് ആവശ്യമുള്ളതായിട്ടുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ UIക്ക് വേണ്ടി ചെയ്തേക്കുന്ന ഇതാണ്. പിന്നെ ഒരു കോൾ ബൈ ഫംഗ്ഷൻ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അതൊന്നും നമുക്ക് നോക്കേണ്ട കാര്യമില്ല. നമുക്ക് നോക്കേണ്ടത് ഈ ഹാൻഡിൽ അപ്ലോഡ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. ഓക്കെ, അപ്പോൾ ഈ ഹാൻഡിൽ അപ്ലോഡ് എന്നുള്ള ഫംഗ്ഷൻ്റെ അകത്ത് ആദ്യമേ ഞാൻ സെറ്റപ്പിലൂടെ ഒരു സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ട്രൈ ബ്ലോക്കിലാണ് കോൺസ്റ്റ് ഡേറ്റ ഈക്വൽ ടു അവൈറ്റ് ആക്സിയസ് ഡോട്ട് ഗെറ്റ് HTTP ലോക്കൽ ഹോസ്റ്റ് 3000 API അപ്ലോഡ് URL എന്ന് പറയുന്ന URL ഞാൻ കോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ URL കോൾ ചെയ്യുന്ന സമയത്ത് ഞാൻ പാരാമീറ്റർ പാസ് ചെയ്യുന്നുണ്ട്, ഫയൽ നെയിമും ഫയൽ ടൈപ്പും. ഓക്കെ, അപ്പം അതവിടെ query ആയിട്ട് ഞാൻ നമ്മളുടെ APIക്കകത്ത് ഓൾറെഡി നമ്മൾ ഇപ്പോൾ സെർവറിൻ്റെ API നോക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ server.jsൻ്റെ അകത്ത് നമ്മളുടെ APIക്കകത്ത് നമ്മൾ അത് ഓൾറെഡി ഇതേ ഇവിടെ റിക്വസ്റ്റ് ഡോട്ട് ക്വറിക്കകത്തുനിന്ന് ഫയൽ നെയിമും ഫയൽ ടൈപ്പും നമ്മൾ എടുക്കുന്നുണ്ട്. ഓക്കെ, അത് നമ്മൾ എടുക്കുന്ന എന്തിനാണ്? നമ്മൾ ജനറേറ്റ് അപ്ലോഡ് URL ചെയ്യാൻ വേണ്ടി നമ്മളുടെ URL S3 ബക്കറ്റിൻ്റെ അകത്തോട്ട് അപ്ലോഡ് ചെയ്യാനുള്ള URL ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫയൽ ടൈപ്പും ഫയൽ നെയിമും എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അപ്ലോഡ് സെക്ഷനിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് വെച്ചിട്ടൊരു റിക്വസ്റ്റ് പാസ് ചെയ്തു. ഓക്കെ, അപ്പം നമ്മൾ ആ റിക്വസ്റ്റിനെ അവൈറ്റ് ചെയ്യുന്നു. അവൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് വന്നു കഴിയുമ്പോഴത്തേക്കും ഡേറ്റയ്ക്കകത്തോട്ടാണ് നമ്മൾ എടുത്ത് വെച്ചത്. അപ്പോൾ ഡേറ്റയ്ക്കകത്ത് നിന്ന് അപ്ലോഡ് URL എന്ന് പറയുന്ന ആ URL നമുക്ക് കിട്ടി. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ നിന്ന് അയക്കുന്നത് കോൺസ്റ്റ് URL ആണ്. അതിൻ്റെ അകത്ത് അപ്ലോഡ് URL നമ്മൾ ഇവിടുന്ന് ഈ URLനെ അപ്ലോഡ് URL എന്നുള്ള പേരിൽ തിരിച്ച് ഫ്രണ്ട് എൻഡിലോട്ട് അയച്ചു കൊടുക്കും. ഓക്കെ, അതിവിടെ വന്നു. ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ എന്താ ചെയ്യുന്നത്? വെയിറ്റ് ആക്സിയസ് ഡോട്ട് പുട്ട് അപ്ലോഡ് URL, പിന്നെ ഫയല്, പിന്നെ ഈ ഹെഡേഴ്സ് ഫയൽ ടൈപ്പ് അത് ബ്രൗസറിൽ നിന്ന് വരുന്നതാണ്. ഫയൽ ഡോട്ട് ടൈപ്പ് ബ്രൗസറിൽ പോകുമ്പോഴത്തേക്ക് ഈ ഫയൽ ടൈപ്പും ഫയൽ ടൈപ്പ് നമ്മുടെ AWS ചെക്ക് ചെയ്യുക. അപ്പോൾ ഫയൽ ടൈപ്പിൻ്റെ അകത്ത് മിസ്മാച്ച് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പം നമ്മൾ അയച്ചു കൊടുത്ത സെയിം ഫയൽ തന്നെ ആയിരിക്കണം. പിന്നെ നമ്മൾ ബാക്ക് എൻഡിൽ ആ സൈൻഡ് URL ടൈം സെറ്റ് ചെയ്തിട്ടുണ്ട് 60 സെക്കൻഡിനുള്ളിൽ തന്നെ നമ്മൾ ഈ URL യൂസ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പം ഈ ഫംഗ്ഷനാലിറ്റി ഇത് നമ്മളിപ്പം മറ്റേ ഒരു ബാറിൻ്റെ അകത്തൊന്നും ഒരു പ്രോഗ്രസ് ബാർ കാണിച്ചിട്ടില്ല, അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തേക്കുന്നതാണ്. അപ്പം ഇത്ര ഉള്ള കേസ്. ഇവിടെയാണ് നമ്മളുടെ അപ്ലോഡിങ്ങും കാര്യങ്ങളും എല്ലാം നടക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടുന്ന് നമ്മളൊരു ഗെറ്റ് റിക്വസ്റ്റ് വിട്ടിട്ട് നമ്മളുടെ സൈൻഡ് URL എടുത്തു.
ആ സൈൻഡ് യു ആറിൽ വെച്ചിട്ട് നമ്മൾ ആക്സിയോസിൽ നിന്ന് ഒരു പുട്ട് റിക്വസ്റ്റ് വിട്ടു. പുട്ട് റിക്വസ്റ്റ് ആണ് നമ്മൾ ഇതുപോലത്തെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി എസ്ത്രി ബക്കറ്റിൻ്റെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ പുട്ട് റിക്വസ്റ്റ് തന്നെ നമ്മളിവിടെ യൂസ് ചെയ്യണം. അപ്പോൾ ഈ പുട്ട് റിക്വസ്റ്റിനെ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയ സൈൻഡ് യു ആറിൽ വെച്ച് നമുക്ക് ഫ്രണ്ട് എൻഡിൽ നിന്ന് AWS S3 ബക്കറ്റിൻ്റെ അകത്തോട്ട് ഒരു ഇമേജിനെ അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം സപ്പോസ് നമുക്ക് ബാക്ക് എൻഡിലും ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ബാക്ക് എൻഡിലോട്ട് നമുക്ക് ഈ ഫയലിനെ അയച്ചു കൊടുത്തിട്ട് ബാക്ക് എൻഡിൽ പ്രോസസ്സ് എന്തെങ്കിലും ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്തിട്ട് നമുക്ക് ഇതിനെ അപ്ലോഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ഒരു 500 പേരല്ലെന്നുണ്ടെങ്കിൽ 1000 പേര് ഒരുമിച്ച് നമ്മളുടെ ബാക്ക് എൻഡിലോട്ട് ഈ ഡേറ്റ എല്ലാം കൂടെ അയച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ സെർവറിൻ്റെ കേപ്പബിലിറ്റി അതുപോലെ കൂടുതലായിരിക്കും. അപ്പോൾ അതിനെക്കാട്ടിലും നല്ലത് നമ്മൾ ഫ്രണ്ട് എൻഡിൽ നിന്ന് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സ്കാനിങ്ങോ ഒക്കെ ചെയ്യാനുണ്ട്. ഇപ്പോൾ ഈ ഫയലിനെ സ്കാൻ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിന് ലാംഡ ഫങ്ഷൻസ് ഒക്കെ കോൺഫിഗർ ചെയ്യാൻ പറ്റും. AWS ലാംഡ ഫങ്ഷൻസ് ഉണ്ട്. അപ്പം ഒരു ഇമേജ് S3 ബക്കറ്റിൻ്റെ അകത്ത് അപ്ലോഡ് ആകുന്ന സമയത്ത് ആ ലാംഡ ഫങ്ഷൻസിനെയൊക്കെ ട്രിഗർ ചെയ്തിട്ട് നമുക്ക് ഈ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പം ബാക്ക് എൻഡിലോട്ട് കൊടുക്കേണ്ട ഒരു കാര്യമില്ല. ഇതാണ് കുറച്ചുകൂടെ സ്കെയിലബിൾ ആയിട്ടുള്ള വേ. പക്ഷേ നിങ്ങൾക്ക് ബാക്ക് എൻഡിലോട്ട് ഈ ഫയലിനെ അയച്ചു കൊടുത്ത് ബാക്ക് എൻഡിൽ നിന്ന് ഡയറക്റ്റ് AWS SDK യൂസ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ബാക്ക് എൻഡ് ഡെവലപ്പേഴ്സ് ഒക്കെ മാത്രമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഡെവലപ്മെന്റ് റിക്വയർമെന്റ് അങ്ങനെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ബാക്ക് എൻഡിൻ്റെ അകത്തോട്ട് ഫയൽ എടുക്കാതെ മൾട്ടർ യൂസ് ചെയ്തിട്ട് ഇപ്പം നമ്മൾ ഇവിടെ സെർവറിൻ്റെ അകത്ത് മൾട്ടർ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മൾട്ടർ എന്ന് പറയുന്നൊരു ഇതൊരു മിഡിൽ വെയർ ആണ്. ഇപ്പോൾ ഈ മൾട്ടർ എന്ന് പറയുന്നൊരു ഈ പാക്കേജ് യൂസ് ചെയ്തിട്ട് നമുക്ക് മെമ്മറിയിൽ ആ ഫയലിനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ആ സ്റ്റോർ ചെയ്ത ഫയലിനെ നമുക്ക് ഡയറക്റ്റ്ലി ഇവിടുന്ന് പോസ്റ്റ് ഒരു മിനിറ്റ് അപ്ലോഡ് ഫയൽസ് ടു ഓക്കെ, നമുക്ക് ഈ ഫയലിനെ ഇവിടുന്ന് ഡയറക്റ്റ്ലി അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്പം ഇതിൻ്റെ അകത്ത് ഡയറക്റ്റ് പുട്ട് ഒബ്ജക്റ്റ് കമാൻഡ് വെച്ചിട്ട് നമുക്ക് S3 ബക്കറ്റിൻ്റെ ഈ കീസ് ഇതെല്ലാം പാസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിപ്പം ബാക്ക് എൻഡിൽ നിന്ന് ഡയറക്റ്റ് SDK വഴി അപ്ലോഡ് ആയിക്കോളും. അപ്ലോഡ് ആയിട്ട് നമുക്ക് തിരിച്ചൊരു URL കിട്ടും. ഈ URL യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ URL ആയിരിക്കും നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുന്ന URL ആണ്. ഈ URL കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിനെ ആക്സസ് ചെയ്യാനും പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പം ബാക്ക് എൻഡിൽ നിന്ന് അപ്ലോഡ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണ്. ഫ്രണ്ട് എൻഡിൽ നിന്ന് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഫ്രണ്ട് എൻഡിൽ ഫയലിൻ്റെ ടൈപ്പ് ഒരു ഗെറ്റ് റിക്വസ്റ്റ് അയച്ച് അതിൻ്റെ സൈൻഡ് URL എടുത്തിട്ട് പിന്നെ തിരിച്ച് വന്നിട്ട് പിന്നെ പുട്ട് കമാൻഡ് ആക്സസ് വെച്ചിട്ട് പുട്ട് കമാൻഡ് വെച്ചിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു പ്രോസസ്സും കൂടെ അവിടെ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത്രേ ഉള്ളൂ ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഞാൻ ഒരു ഇമേജ് എടുക്കുന്നു. ഇമേജ് എടുക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇമേജ് എടുത്തു, ഞാൻ ഇതിനെ അപ്ലോഡ് ചെയ്തു. അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഈ സമയത്ത് ഒരു സൈൻഡ് URL എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഗെറ്റ് റിക്വസ്റ്റ് ബാക്ക് എൻഡിലോട്ട് പോയി. ബാക്ക് എൻഡിൽ നിന്ന് എനിക്കൊരു സൈൻഡ് URL കിട്ടി. അതിനെ ഇവിടുന്ന് ആക്സിയോസ് യൂസ് ചെയ്തിട്ട് ഞാനൊരു പുട്ട് റിക്വസ്റ്റ് വെച്ചിട്ട് S3 ബക്കറ്റിൻ്റെ അകത്തോട്ട് അപ്ലോഡ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഒരു വീഡിയോ ആണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഓൾമോസ്റ്റ് ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും. ഇപ്പോൾ ഒരു 5 സെക്കൻഡുള്ളൊരു വീഡിയോ ഉണ്ട്. ഇപ്പോൾ ഈ 5 സെക്കൻഡുള്ള വീഡിയോ ഞാൻ S3 ബക്കറ്റിൻ്റെ അകത്തോട്ട് അപ്ലോഡ് ചെയ്തു. അപ്ലോഡ് സക്സസ്ഫുൾ. ഓക്കെ, അപ്പം ഈ പരിപാടിയുടെ സമയത്തും S3 ബക്കറ്റിൻ്റെ അകത്തോട്ട് ഈ പറഞ്ഞ പോലെ സൈൻഡ് URL വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് ബാക്ക് എൻഡിലോട്ട് പോകുന്നുണ്ട്. അവിടെ നിന്ന് തിരിച്ചെനിക്ക് സൈൻഡ് URL കിട്ടുന്നുണ്ട്. എന്നിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എൻ്റെ ഇമേജ് ഇത് ഇപ്പം ഓപ്പൺ. ഇപ്പം ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ ഇതായിരുന്നു, അതെനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അപ്ലോഡ് ചെയ്ത ഇമേജുകളാണെന്നുണ്ടെങ്കിലും ഇവിടെ എല്ലാം തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ള ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഈ .env ഈ SDK ആക്സസ് കീ ഐഡിയും AWS സീക്രട്ട് ആക്സസ് കീ ഒക്കെ കിട്ടുന്നുള്ളതായിരിക്കും. ഓക്കെ, അപ്പം നിങ്ങളിപ്പം ഒരു കമ്പനി വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ കമ്പനിയുടെ AWS അക്കൗണ്ടിൽ ഒരു റൂട്ട് യൂസർ ഉണ്ടായിരിക്കും. ആ റൂട്ട് യൂസർ കഴിഞ്ഞിട്ട് നിങ്ങളൊരു IAM യൂസർ ആയിരിക്കും. ഓക്കെ, അപ്പം IAM യൂസർക്ക് നിങ്ങൾക്ക് ആക്സസ് കീസ് ക്രിയേറ്റ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഇവിടെ സെക്യൂരിറ്റി ക്രെഡൻഷ്യൽസിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്സസ് കീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ എനിക്ക് ആക്സസ് കീസ് ക്രിയേറ്റ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് നിങ്ങൾക്ക് ആക്സസ് കീസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ക്രിയേറ്റ് ആക്സസ് കീ. ഇപ്പോൾ പെർമിഷൻ കാണുന്നില്ലല്ലോ, അവിടെ പോയി ആക്സസ് ഡിനേഡ് വൈ യൂസ് ആക്സസ് കീ ടു സെൻഡ്. എത്ര നേരം ഉണ്ടായിരുന്നു ഇപ്പോൾ കാണുന്നില്ല. ഞാൻ കുറച്ച് മുമ്പേ എൻ്റെ റൂട്ട് യൂസറിൻ്റെ അകത്ത് നിന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കാണുന്നില്ല. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ക്രിയേറ്റ് ആക്സസ് കീ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കിട്ടും. എങ്ങനെയാണ് നിങ്ങളുടെ ആക്സസ് കീ S3 ബക്കറ്റിനെ ആക്സസ് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചുകൊണ്ട്
നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ കിട്ടും. അതിപ്പം എന്താ പറയുക, ഔട്ട്സൈഡ് S3 AWS ആപ്ലിക്കേഷൻ ആണോ, ഏതെങ്കിലും തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ആണോ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടും. അതങ്ങ് ഫില്ല് ചെയ്ത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്സസ് കീനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾ ജസ്റ്റ് ഈ AWSൻ്റെ അകത്ത് വരിക. ഇവിടെ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് സെക്യൂരിറ്റി ആൻഡ് ക്രെഡൻഷ്യൽസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെയായിട്ട് ആക്സസ് കീ, ഇപ്പം റൂട്ട് യൂസർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതായാലും ഈ ഓപ്ഷൻ കാണും. അല്ലാതെ ക്രിയേറ്റ് ആക്സസ് കീ ചെയ്യാനുള്ളൊരു ഓപ്ഷനും നിങ്ങൾക്ക് കാണുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ആക്സസ് കീസ് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചോദിക്കുക, ഞാനത് റിപ്ലൈ ഇടുന്നതായിരിക്കും. അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചോദിച്ചിട്ട് നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും എക്സ്പ്ലനേഷൻ വേണ്ട സാധനങ്ങളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഗിറ്റപ്പിലോട്ട് പുതിയൊരു കമ്മിറ്റും കൂടെ ചെയ്തിട്ട് അത് ആഡ് ചെയ്ത് വെച്ചേക്കാവുന്നതാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി കൂടുതൽ എക്സ്പ്ലനേഷൻ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് പറഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ കൺസെപ്റ്റ് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് സ്പീഡിൽ പറഞ്ഞു പോയത്. ഇനിയിപ്പോൾ ആർക്കെങ്കിലും സ്ക്രാച്ചിൽ നിന്ന് കോഡ് ബിൽഡ് ചെയ്ത് കാണേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളൊരു കോഡാണ്. ഓക്കെ, അപ്പം എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക, ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പം അടുത്ത വീഡിയോക്കകത്ത് നമുക്ക് S3 ബക്കറ്റിൻ്റെ അകത്ത് എങ്ങനെ ഒരു റിയാക്ട് ആപ്ലിക്കേഷനെ ഹോസ്റ്റ് ചെയ്യാന്നുള്ള കാര്യം നോക്കാം. അതിൻ്റെ അകത്ത് നമുക്ക് നമ്മളുടെ കസ്റ്റം ഡൊമൈൻ നെയിം എങ്ങനെ കണക്ട് ചെയ്യാം, പിന്നെ റൗട്ട് 53 ക്ലൗഡ് ഫ്രണ്ട് എന്താണെന്നൊക്കെ ഒന്ന് നോക്കാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോക്കകത്ത് കാണാം.